ഇന്ന് ഒത്തിരി പേര് ഒത്തിരിയേറെ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ വിഷമിക്കുന്നുണ്ട്. ഞാൻ എന്തുമാത്രം അധ്വാനിച്ചു എന്നിട്ടും എനിക്ക് ഒന്നും കിട്ടിയില്ല. ഞാൻ എന്തുമാത്രം പരിശ്രമിച്ചു എന്നിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നു എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നില്ല. ദൈവാനുഗ്രഹം നമുക്ക് കിട്ടാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദൈവകൽപ്പന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം, ഈശോയുടെ ഇഷ്ടം നമ്മൾ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവാനുഗ്രഹം നമ്മിൽ വന്നു വീഴണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എന്ന് വെച്ചാൽ ദൈവകൽപ്പന പാലിക്കുക. അതെങ്ങനെ പാലിക്കണം? അതാണ് നിയമാവർത്തന പുസ്തകം പറയുക. ഞാൻ നൽകുന്ന കൽപ്പനകളൊക്കെ സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ ഞാൻ നിന്റെ മേൽ ഈ അനുഗ്രഹം മുഴുവനും വർഷിക്കും. ദൈവകൽപ്പന പാലിക്കുക എന്നതാണ് പരമപ്രധാനം. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുക. ദൈവാനുഗ്രഹം വേണോ? ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുക.